രാവിലെ ഡോറിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ദേവൻ ഉണർന്നത്. ഉറക്കം മതിയായില്ലെന്ന പോലെ എഴുന്നേറ്റ് ബെഡിൽ കണ്ണുകൾ അടച്ച് ഉറക്കം തൂങ്ങിയിരുന്നു. വീണ്ടും ഡോറിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടമില്ലാത്തതുപോലെ ചെന്ന് ഡോർ തുറന്നു. ഗൗരി നല്ലൊരു ചിരി സമ്മാനിച്ച്, ഗുഡ് മോർണിംഗ്, പോയി ബ്രഷ് ചെയ്തു വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ. എന്താ ഈ നേരത്ത്? 6 മണി ആയതല്ലേ ഉള്ളൂ. ഞാൻ ഉണരുന്ന സമയമാവുന്നതേ ഉള്ളൂ. നീ പൊയ്ക്കോ. സമയമായ രാമേട്ടൻ വിളിച്ചോളും. അവൾ അകത്തേക്ക് ഇടിച്ചു കയറി. പറ്റില്ലല്ലോ ഭർത്താവേ, ഇതൊരു ഭാര്യയുടെ ഉത്തരവാദിത്തമായി പോയില്ലേ. 10 മണിവരെ കിടന്നുറങ്ങുന്ന ശീലം മാറ്റിക്കോളൂ. അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. ബ്രഷ് ചെയ്യാതെ ചായ കുടിക്കുന്നത് നിർത്തിക്കോളൂ. ചെല്ലു, വേഗം ബ്രഷ് ചെയ്തു വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ. എന്നിട്ട് വാക്കിങ്ങിന് പോകൂ. വാക്കിങ്ങോ? എനിക്ക് നടന്നൊന്നും ശീലമില്ല. ഇപ്പം നീ മെനക്കെടുത്താതെ പോകാൻ നോക്ക്. എനിക്ക് കുറച്ചു നേരം കൂടെ കിടക്കണം. പറ്റില്ല. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. വേഗം ചെല്ലൂ. എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മതി. പോകുമ്പോൾ ആ ഡോർ അടച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ദേവൻ അവിടെ കിടന്നു. പറ്റില്ലല്ലോ മോനെ, എഴുന്നേൽക്കൂ. ഏതു നേരം ഇരിക്കുക, കഴിക്കുക, കിടക്കുക, ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. കുറച്ച് എക്സസൈസും വേണം. വേഗം വേഗം എന്ന് പറഞ്ഞവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. ഈ പെണ്ണ് എന്ന് പറഞ്ഞെഴുന്നേറ്റ് കോട്ടുവായോടെ അവളെ നോക്കി. ആദ്യ ദിവസം ഈ മടിയൊക്കെ ഉണ്ടാകും, പിന്നെ അത് ശീലായിക്കോളും. എഴുന്നേൽക്കൂ. നിനക്ക് ഇപ്പം എന്താ ഇങ്ങനെ ഒരു തോന്നൽ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആരോഗ്യ എനിക്ക് വലുത്. ഒരു എക്സസൈസും ചെയ്യാതെ വെറുതെ ഇരുന്ന പെട്ടെന്ന് രോഗിയാവും. എനിക്ക് നിങ്ങളുടെ കൂടെ 100 വർഷം ജീവിക്കണം. നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പെറ്റ്, അവരുടെ കളിചിരികൾ കണ്ട്, പേരക്കുട്ടികളെ കണ്ട്, അങ്ങനെ സന്തോഷത്തോടെ 100 വർഷം എൻ്റെ ദേവേട്ടൻ്റെ കൂടെ. അവൻ അവളെ പിടിച്ച് അരികിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖം അവളുടെ നെഞ്ചിലമർന്ന നിമിഷം അവളുടെ ഉള്ളിൽ ഒരു കൊച്ചു മിന്നൽ പിണർ പാഞ്ഞു. പെട്ടെന്നുള്ള ആ സ്പർശനത്തിൽ അവൾ അറിയാതെ ഒന്ന് വിറച്ചുപോയി. അവളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് വല്ലാതെ കൂടി. മുഖം ചുവന്നു തുടുത്തു. അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. 100 വർഷമല്ല, ഇനി എത്ര ജന്മമുണ്ടായാലും നീ എന്നോടൊപ്പം ജീവിക്കണം. എന്നും എൻ്റെ ജീവൻ്റെ പാതിയായി എന്നോടൊപ്പം നീ ഉണ്ടാവണം. നീ പറഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യൽ മാത്രമല്ല, മാനത്തെ അമ്പിളിമാമനെ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരും. പകരം എനിക്കൊരു 5-6 കുഞ്ഞുങ്ങളെ പെറ്റുതാ. പ്രണയ പരിവശയായി നിന്നിരുന്ന ഗൗരി പെട്ടെന്ന് ഞെട്ടി. 5-6 കുഞ്ഞുങ്ങളോ? നിങ്ങളെന്താ ഈ വീട് അംഗൻവാടിയാക്കാൻ ഉദ്ദേശമുണ്ടോ? അവളെ അരികിൽ നിന്ന് തള്ളി മാറ്റി എഴുന്നേറ്റ്, പിന്നല്ലാതെ നീയല്ലേ പറഞ്ഞത് 100 വർഷം കൂടെ ഒന്നിച്ച് ജീവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ കാണണം, പേരക്കുട്ടികളെ കാണണം. അപ്പം പിന്നെ 1-2 കുഞ്ഞുങ്ങളെ കൊണ്ട് കാര്യം നടക്കില്ലല്ലോ മിസ്സിസ് ഗൗരി മഹാദേവൻ. അതുകൊണ്ട് ആ പ്ലാനിൽ യാതൊരു മാറ്റവും ഇല്ല. 5-6 കുഞ്ഞുങ്ങൾ, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. നീ പെറ്റ് തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞുങ്ങളെ. അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഇയാളോട് മനസ്സ് തുറക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അവൾ പരിഭവത്തോടെ പറഞ്ഞ് അവിടുന്ന് പോയി. ദേവൻ ട്രാക്ക് സൂട്ട് ധരിച്ച് ഇറങ്ങി വരുന്നത് കണ്ട്, സാർ ഇതെവിടെ പോവുക ഈ നേരത്ത്, ഈ വേഷത്തിൽ? വാക്കിങ്ങിന് പോവുക. ആരോഗ്യം നോക്കണ്ടേ? രവിയേട്ടൻ ഇവിടെ എങ്ങനെ ഇരുന്നോ, കാല് വയ്യാന്നും പറഞ്ഞ്. കാലും കൊണ്ട് വയ്യാതായപ്പോഴാ ഞാൻ വാക്കിങ്ങിന് പോകാത്തത്. അതുവരെ പോയിരുന്നു. ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ട്. ഓഹോ, ആരോഗ്യത്തെക്കുറിച്ച് നല്ല കൺസെപ്റ്റുള്ള ആളാണല്ലേ. സ്വന്തം ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ, ദേവേട്ടനെ കൂടെ കൂട്ടായിരുന്നില്ലേ? സ്വന്തമായി മാത്രം ആരോഗ്യം മതി എന്നാണോ കൺസെപ്റ്റ്? എടി, നീ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ, അവൾ പറഞ്ഞത് ശരിയല്ലേ. നീ നിന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതിയോ? എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വന്നവനല്ലേ നീ. അപ്പോൾ നീ ആരോഗ്യം ഉണ്ടാക്കാൻ നടക്കുമ്പോൾ എനിക്ക് കൂടി ആരോഗ്യം വേണമെന്ന് ചിന്തിക്കണ്ടേ? സാറ് തന്നെ ഇത് പറയണം. എത്ര തവണ കൂടെ വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ മടി കാണിച്ച് കിടന്നുറങ്ങിയിട്ടല്ലേ. ഇപ്പം എന്തേ ആരോഗ്യം ഉണ്ടാക്കാൻ നടക്കണമെന്ന് തോന്നിയത്? അത് പിന്നെ ഈ വീടൊരു അംഗൻവാടി ദേവൻ പറഞ്ഞതും ഒന്നുമില്ല ഒന്നുമില്ല, വെറുതെ ആരോഗ്യം ഉണ്ടാക്കണമെന്ന് തോന്നി. ദേവേട്ടൻ നടക്കാൻ ഇറങ്ങിയതല്ലേ, പോയിക്കോളൂ. ഒരു കള്ളച്ചിരിയോടെ ഗൗരിയെ നോക്കി അവൻ അവിടുന്ന് പോയി. എടി പെണ്ണെ, നീ സാറിനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിക്കുന്നത്? നിന്റെ ഭരണം കുറച്ച് കൂടുന്നുണ്ട്. നടക്കാൻ പോകുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാ. എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം ഞാനല്ലേ നോക്കേണ്ടത്? എടി, സാറിന് വേണ്ടത്ര ഉറക്കം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ കൂടും. എനിക്കറിയാൻ പാടില്ലഞ്ഞിട്ടല്ല ഞാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാതിരുന്നത്.
നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കും അറിയായിരുന്നു. വലിയൊരു ആരോഗ്യ സംരക്ഷക വന്നിരിക്കുന്നു. അതെ, എപ്പോഴോ ഒരു അസുഖം വന്നെന്ന് കരുതി എപ്പോഴും ആ ആൾ അങ്ങനെ തന്നെയാണെന്ന് കരുതരുത്. ദേവേട്ടനിപ്പോൾ ഒരു അസുഖവുമില്ല. രവിയേട്ടൻ ബോധമില്ലാതെ എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു. അന്നൊന്നും ദേവേട്ടന് തീരെ ഓർക്കണ്ടായിരുന്നില്ല. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ. അവളെ കുറ്റപ്പെടുത്തിയതിൽ ദേഷ്യത്തിൽ പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. രവി, അവർക്കിടയിൽ നമ്മൾ അഭിപ്രായം പറയരുത്. അവൾക്കറിയാം ദേവനെ എങ്ങനെ സ്നേഹിക്കണം, അവന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന്. ഉറക്കം മുടങ്ങിയാൽ ടെൻഷനാവുമെന്ന് അവനറിയാവുന്നതല്ലേ. എന്നിട്ടും അവൾ പറഞ്ഞതനുസരിച്ചെങ്കിൽ അവന് മനസ്സുണ്ടായിട്ടല്ലേ. ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് തോന്നുകയാണെങ്കിൽ അവൻ തന്നെ ഗൗരിയോട് പറഞ്ഞോളും. നമ്മളായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട, ഭാനു പറഞ്ഞു. അരമണിക്കൂർ ആവുന്നതിന് മുൻപ് ദേവൻ തിരിച്ചെത്തി. ക്ഷീണത്തോടെ ലിവിംഗ് റൂമിൽ സെറ്റിയിലേക്ക് ഇരുന്ന് ഉറക്കെ വിളിച്ചു. ഗൗരി, ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് എടുത്ത് അവൻ അരികിലേക്ക് ചെന്നു. അവൻ വല്ലാതെ കിതച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ടെൻഷനായി ജ്യൂസ് ടീപ്പോയിലേക്ക് വെച്ച് അവൻ്റെ നെഞ്ചിൽ തടവി. എന്താ ഇങ്ങനെ കിതയ്ക്കുന്നത്? അവളെ പിടിച്ച് സെറ്റിയിലേക്ക് വലിച്ചിട്ടിരുത്തി അവൻ അവളുടെ കൈ നെഞ്ചിൽ തന്നെ പിടിച്ചു വെച്ചു. നടക്കാറില്ലല്ലോ, അതുകൊണ്ടാ. ശീലായ കിതപ്പൊന്നും ഉണ്ടാവില്ല. വേണ്ട, വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് മതി ഇനി നടത്താം. എടി, എനിക്കൊന്നുമില്ല. നടന്ന് ശീലമില്ലാത്തത് കൊണ്ടാ. എന്നാലും ഒരു ഡോക്ടറെ കണ്ട് ഫിറ്റാണോന്ന് നോക്കിയിട്ട് മതി നടത്താം. അവൻ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ചിരിക്കാനല്ല, ഡോക്ടറെ കാണാനാ പറഞ്ഞത്. കാണാം. അവൾ ജ്യൂസ് എടുത്ത് അവന് കൊടുത്തു. നീ എൻ്റെ ആരോഗ്യകാര്യം മൊത്തം ഏറ്റെടുത്തോ? നിങ്ങളല്ലേ പറഞ്ഞത് 5-6 കുട്ടികൾ വേണമെന്ന്. അതിന് ആരോഗ്യം വേണ്ടേ? എനിക്ക് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ, നിനക്കും വേണം. നീ ആദ്യം കുടിക്ക് എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു. അവൾ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ ജ്യൂസ് ഗ്ലാസ് അവളുടെ വായിലേക്ക് ചരിച്ചു. അവൾ പകുതി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ചുണ്ടിൽ നിന്നെടുത്ത് അവൻ കുടിക്കാൻ തുടങ്ങി. ഇത് ബെഡ്റൂം അല്ല. ഇവിടെ നിങ്ങൾ മാത്രമല്ല ഉള്ളൂ, മറ്റു പലരും ഉണ്ട്. ഗൗരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അത് ജ്യൂസിൽ മധുരിടാൻ മറന്നു, അത് നോക്കിയതാ എന്ന് പറഞ്ഞ് അവൾ വേഗം കിച്ചണിലേക്ക് പോയി. നീ ഇരിക്കുന്നതിന് മുൻപ് ആ ടിവിയുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യ്. രവി ചെന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ദേവൻ ഓപ്പോസിറ്റായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്തടാ? രവിയെ നോക്കാതെ തന്നെ ചോദിച്ചു. ഏതാ പുതിയൊരാളെന്ന് നോക്കിയതാ. എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരാളെ പരിചയമേ ഇല്ല. ദേവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്താ ഉദ്ദേശം? നേരത്തെ എഴുന്നേൽക്കുന്നു, ജോഗിങ്ങിന് പോകുന്നു. എടാ, അവളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുമ്പോൾ അവളെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ആ, ഭർത്താവിൻ്റെ കടമ കൃത്യമായി നിറവേറ്റിക്കോളൂ. ഉറക്കല്ല, മനസ്സ് ശരിയല്ല, ഡോക്ടറെ കാണണം എന്ന് പറയരുത്. ഇല്ലടാ, ഇനി എൻ്റെ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുള്ള മരുന്നാ ഗൗരി. ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് ഓക്കെയാ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സാറ ഓക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗൗരിയോട് ഇത്രയ്ക്ക് അങ്ങോട്ട്? ഇല്ലടാ, നീ പേടിക്കുന്നത് പോലെയൊന്നുമില്ല. അതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്കറിയാം. നാളെ അമ്മയും അനിയത്തിമാരും വരില്ലേ? പർച്ചേസിന് നീ കൂടെ ചെന്നോ? ഞാനുണ്ടാവില്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഗൗരിയും കൂടെ കൂട്ടാലേ? ഗൗരി വേണ്ട, ഏട്ടത്തിയെ കൂട്ടിക്കോ. ഏട്ടത്തിയെ ഒഴിവാക്കിയ ഏട്ടത്തിക്ക് സങ്കടം വരും. ഗൗരിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? അപ്പോൾ അവളും കൂടെ പോന്നോട്ടെ. അവൾക്കുള്ളത് ഞാൻ എടുത്തോളാം. ഓ, രണ്ടാളും കൂടെ ഒന്നിച്ചു പോകാനായിരിക്കും പ്ലാൻ. ഒന്നിച്ചല്ല, ഒറ്റയ്ക്ക്. അവൾക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്തോളാം. ബാക്കിയുള്ളവർക്ക് നീ എടുത്താൽ മതി. ദേവൻ എഴുന്നേറ്റ് പോകുന്നത് നോക്കി രവി സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു. ആ മനസ്സ് ഒരു പെണ്ണിന് അടിമപ്പെട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല.